ബാക്ക് പെയിനും നെക്ക് പെയിനും ഉള്ളവർ ഒഴിവാക്കേണ്ട 6 കാര്യങ്ങൾ. ആദ്യമായി നിങ്ങൾ ദീർഘനേരം കസേരയിൽ ഇരിക്കുന്നത് ഒഴിവാക്കണം. ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നത് ഡിസ്കിനെ കംപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 45 മിനിറ്റിന് ശേഷം കുറച്ചൊന്ന് നടക്കേണ്ടതാണ്. രണ്ടാമത്തത് തെറ്റായ സിറ്റിംഗ് പോസ്ചർ. കൂനിക്കൂടിയിരുന്ന് ജോലി ചെയ്യുന്നത് ലോവർ ബാക്കിന് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കും. മൂന്നാമത്തത് തല കുനിച്ചിരുന്ന് മൊബൈൽ നോക്കുന്നത്. തല കുനിച്ചിരുന്ന് നോക്കുന്നത് നിങ്ങളുടെ നെക്ക് സ്പൈനും അതുപോലെ തന്നെ അപ്പർ ബാക്കിനും എക്സ്ട്രീം ആയിട്ട് വളരെ അധികത്തിലുള്ള സ്ട്രെയിൻ ഉണ്ടാക്കും. നാലാമത്തത് റെസ്റ്റ് മാത്രം എടുക്കുന്നത്. റെസ്റ്റ് ശരീരത്തിന് ആവശ്യമാണ്. പക്ഷേ റെസ്റ്റ് മാത്രം എടുത്താൽ മസിൽ വീക്ക് ആകും. അതുകൊണ്ട് തന്നെ കുറച്ചു നടക്കുക, ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം വലിയ ഒരു ഭാരം കയ്യിലെടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് വെയിറ്റ് എടുക്കേണ്ടി വന്നാൽ 2 കൈയിലും ഈക്വലായി എടുക്കേണ്ടതാണ്. ഈ ആറാമത്തെ കാര്യം നിങ്ങൾ വേദന മാറാൻ പെയിൻ കില്ലേഴ്സ് മാത്രം എടുക്കുന്നത്. പെയിൻ കില്ലേഴ്സ് എപ്പോഴും ഒരു സിംപ്റ്റം സപ്രസർ മാത്രമാണ്. അതായത് ലക്ഷണത്തെ മാത്രം ചികിത്സിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കാരണത്തെ ചികിത്സിക്കാതെ ലക്ഷണത്തെ കൊണ്ട് മാത്രം ചികിത്സിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ വേദന ജസ്റ്റ് പോകുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് സ്ഥിരമായി ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യത്തെ ചികിത്സിക്കുക. എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ വരുന്നത് അത് മനസ്സിലാക്കി ചികിത്സിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ഫലം കിട്ടും.